10% കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച തുക 2 വർഷം കൊണ്ട് 2420 രൂപയായി നിക്ഷേപിച്ച തുക എത്ര? കൂട്ടുപലിശ അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കൂട്ടുപലിശയ്ക്ക് നമ്മൾ സംയുക്ത പലിശ എന്നും പറയും. കൂട്ടുപലിശ അല്ലെങ്കിൽ സംയുക്ത പലിശ, അതിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറയും. ഇത് പലിശ നിരക്കാണ്. ബാങ്കിൽ നിക്ഷേപിച്ചു, 2 വർഷം കഴിയുമ്പോൾ അത് 2420 രൂപയായി നമ്മൾ നിക്ഷേപിച്ച തുകയാണ് കാണുന്നത്. അപ്പോൾ കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം A = P × 1 + R/100 ഹോൾഘാതം n. ഇതാണ് കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം. ഇതിൽ P നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക, അതാണ് നമുക്ക് കാണേണ്ടത്. P ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക അതാണ് കാണേണ്ടത്. R പലിശ നിരക്ക് നമുക്ക് തന്നിട്ടുണ്ട്. N വർഷങ്ങളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. A ബാങ്കിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടുന്നത്, അതായത് നമ്മൾ എത്ര നിക്ഷേപിച്ചു അതിൻ്റെ കൂടെ ബാങ്ക് നമുക്ക് എത്ര പലിശ തന്നു, പലിശ അടക്കം മുതലാണ് A, അത് നമുക്ക് തന്നിട്ടുണ്ട്. 2 വർഷം കൊണ്ട് 2420 രൂപയായി. അപ്പോൾ ഇതിൽ വില കൊടുക്കുക. A എത്രയാണ്? 2420 = P. നിക്ഷേപിച്ച തുക അറിയില്ല. P × 1 + പലിശ നിരക്ക് 10 ആണ്. 10/100 ഹോൾഘാതം വർഷങ്ങളുടെ എണ്ണം 2 ആണ്. അപ്പോൾ 2420 = P × 1 + 10/100. 1ഉം 100ഉം കുടിക്കുമ്പോൾ 100, 100ഉം 10ഉം 110/100 എന്ന് വരും. 1 × 100, 100ഉം 10ഉം 110/100. അതിൻ്റെ സ്ക്വയർ പറഞ്ഞാൽ × 110/100. നമുക്കിതിൽ ഓരോ പൂജ്യങ്ങൾ, അതായത് 2 പൂജ്യവും 1 100ഉം വെട്ടിക്കളയാം. ബാക്കി P കാണാൻ P = ഇപ്പുറത്തെ സംഖ്യ ആദ്യം എഴുതുക. P കാണുമ്പോൾ Pയുടെ കൂടുതലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടുത്തെ ആദ്യം എഴുതുക. എന്താണ്? 2420 ഇൻറ്റു ഇട്ടിട്ട് ഇവിടുത്തെ അംശങ്ങളെല്ലാം ഛേദങ്ങളാക്കുക, ഛേദങ്ങളെല്ലാം അംശങ്ങളാക്കി ഇങ്ങോട്ട് എഴുതുക. ഇവിടുത്തെ ഛേദങ്ങൾ എന്താണ്? ഛേദം 100 ആണ്. അപ്പോൾ × 100 എന്ന് എഴുതുക. ബൈ അംശങ്ങൾ എന്തൊക്കെയാണ്? 11ഉം 11ഉം. 11 × 11 121. നമുക്ക് ഇത് വെടിച്ചെടുക്കുമ്പോൾ ഇവിടെ 2 പ്രാവശ്യം 2 × 121 ആണ് 242. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? 20 എന്നുണ്ട്. × 100. ഉത്തരം ഗുണിക്കുമ്പോൾ 2000 രൂപയാണ് P, അതായത് നിക്ഷേപിച്ച തുക.